ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപർണ ബാത്റൂമിൽ കയറുന്നത് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവൾ കുളിക്കാൻ തുടങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ പൊന്നുകുട്ടി എന്ത് ചെയ്തു? ഓടി വെള്ളം ഓഫ് ചെയ്യുന്നിടത്തേക്ക് വന്നു. എന്നിട്ട് പാവം ലച്ചു ചെറിയമ്മേ കരയിപ്പിച്ചതല്ലേ, അനുഭവിക്ക്. മുഖത്ത് സോപ്പും തേച്ച് വെള്ളം കിട്ടാതെ അപർണ ചെറിയമ്മേ കരയട്ടെ എന്നും പറഞ്ഞു പൊന്നു. അപ്പോഴാണ് നമ്മുടെ നിരഞ്ജന വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അയ്യോ ഇവിടെ ആരുമില്ലേ, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വാന്നും പറഞ്ഞു കരച്ചിൽ കേട്ടോണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നിരഞ്ജന നേരെ ഇവരുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിരഞ്ജന ചോദിച്ചു. ആരാന്ന് ചോദിച്ചുകൊണ്ട് അകത്തുനിന്ന് അപർണ. അപ്പം ഇത് നിരഞ്ജനയാ. അപർണയെ എന്താ പറ്റിയേ, എന്താ കാര്യമെന്ന് ചോദിച്ചു. ബാത്റൂമിൻ്റെ ഡോർ വലുത് ലോക്കായോ എന്ന് ചോദിക്കുമ്പം അയ്യോ അല്ല, ടാപ്പിൽ വെള്ളമില്ലെന്നും പറഞ്ഞായി, പെട്ടെന്ന് നിന്ന് പോയതാണെന്നൊക്കെ പറഞ്ഞു കിടന്ന് ഇങ്ങനെ കണ്ണിൽ സോപ്പ് തേച്ച് ഇങ്ങനെ തീർത്തും തിരുമ്മി നിന്ന് ഇങ്ങനെ പറയുക. അപ്പം എന്നോർത്ത് നിരഞ്ജന ഇങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ ഞാനേ ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോഴേ അത് പിന്നെ സോപ്പ് തേച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോഴേക്കും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിരഞ്ജന നിൽക്കുക. എനിക്ക് എൻ്റെ കണ്ണ് നേരിട്ട് നിൽക്കാൻ വയ്യാന്നും പറഞ്ഞായി അപർണ. വെള്ളം ഉണ്ടോ എന്ന് നോക്കാതെയാണോ മുഖത്ത് സോപ്പൊക്കെ തേച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല ഫോഴ്സിൽ ആ വെള്ളം വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് തീർന്നു പോയെന്നും പറഞ്ഞ് അങ്ങനെ പറയുക കേട്ടോ. ആരോ മെയിൻ ടാപ്പ് ഓഫ് ചെയ്താന്ന് പറയുമ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് നിരഞ്ജന ചോദിച്ചു. ടാങ്കിൽ വെള്ളം തീർന്നതാകുമെന്ന് പറയുമ്പോൾ അല്ല നിരഞ്ജനെ, ഞാൻ കുളിക്കാൻ കയറിയതറിഞ്ഞേ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞു അപർണ അവിടെ കിടന്ന് ഒച്ച വയ്ക്കുക. എനിക്കത് അറിയാം ആരോ ചെയ്തതെന്ന്. അയ്യോ എൻ്റെ കണ്ണ് നീർന്നേന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. കുറച്ച് സമയം ക്ഷമിക്ക്, ഞാനേ ഒന്ന് പോയി നോക്കട്ടെ, ടാങ്കിൽ വെള്ളം തീർന്നതാണെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തൊന്ന് പ്രസംഗിക്കാതെ വേഗം പോ എന്നും പറഞ്ഞു അപർണ. ഞാൻ ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അങ്ങ് പോകുമ്പോൾ ടാങ്കിൽ വെള്ളം തീർന്നതല്ല. അയ്യോ നീ ഒന്ന് വേഗം ഒന്ന് പോയി ടാപ്പ് ഓണാക്കുന്നതായി. പിന്നെ പെട്ടെന്ന് നിരഞ്ജന പോ എന്നും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് നിരഞ്ജന ആടി തൂങ്ങി ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ അങ്ങ് പോകുക കേട്ടോ. അയ്യോ എൻ്റെ കണ്ണ് നീറുന്നേ, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണും ഇതാക്കി പിടിച്ചോണ്ട് നിന്ന് കരച്ചിൽ നമ്മുടെ അപർണ. ആ സമയത്ത് പതുക്കെ മെയിൻ ടാപ്പിൻ്റെ അടുത്തേക്ക് നമ്മുടെ നിരഞ്ജന ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്നുകുട്ടി അവിടെ നിൽക്കുന്നതാണ്. പൊന്നുകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ചെന്നു നിരഞ്ജന. എന്നിട്ട് ആ ടാപ്പ് അങ്ങ് ഓണാക്കിയിട്ട് അതേ പൊന്നു, എന്തു പണിയായി കാണിച്ചേ, പൈപ്പിൻ്റെ വാൽവ് അടച്ചത് പൊന്നുവാണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പൊന്നു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പൊന്നു അല്ല ഇത് അടച്ചതാ. അപ്പോൾ പൊന്നു തന്നെ ഇത് അടച്ചതെന്ന് പൊന്നു അങ്ങ് പറഞ്ഞു. മോളെന്തിനാ ഇത് അടച്ചതെന്ന് പുള്ളിക്കാരി ചോദിച്ചു. ഇതടച്ചാൽ നമ്മുടെ വീട്ടിൽ വെള്ളം കിട്ടുമോ, അത് തുറക്കാനാ പൊന്നു ഇവിടെ നിന്നതെന്നും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പൊന്നുവിന് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കരുതിയത്, ഇത് ചീത്ത കുട്ടികൾ ചെയ്യുന്ന കാര്യമല്ലേ എന്നും പൊന്നു ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്നും നിരഞ്ജന ചോദിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം ചെറിയമ്മയോട് പറ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പൊന്നുകുട്ടി കാര്യങ്ങളെല്ലാം നമ്മുടെ നിരഞ്ജനോട് പറഞ്ഞു. അപ്പോൾ ലച്ചു ചെറിയമ്മ ഇരുന്ന് കരയുവാന്ന് പറഞ്ഞു. അപർണ ചെറിയമ്മ കുളിക്കാൻ കയറിയപ്പോഴേ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് പൊന്നു ഇങ്ങനെ ചെയ്തത്. അപ്പം നിരഞ്ജന ഇങ്ങനെ എടി കള്ളേ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമോ. നീ കൊള്ളാവല്ലോ, അതടച്ചാൽ വെള്ളം കിട്ടത്തില്ലെന്ന് പൊന്നുവിനിങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. പൈപ്പ് നന്നാക്കാൻ വരുന്ന സനോജാങ്കിളാ പറഞ്ഞതെന്ന് പൊന്നുകുട്ടി അന്നേരം പറഞ്ഞു. എടി സുന്ദരിക്കുട്ടി, നീ കൊള്ളാവല്ലോ നമ്മുടെ നിരഞ്ജന പറയൂ കേട്ടോ. നിന്റെ അമ്മ ഇത് അറിഞ്ഞാലുണ്ടല്ലോ നല്ല പെട വെച്ചായിരുന്നു എനക്കിട്ട്. അപ്പോൾ പൊന്നുകുട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പൊന്നു ചെയ്തത് ശരിയാണെന്ന് പൊന്നുവിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പൊന്നുകുട്ടി അങ്ങ് പറഞ്ഞു. പിന്നെ എന്തിനാ മോളത് ചെയ്തേ? അപർണ ചെറിയമ്മേ ഇന്ന് ചെയ്തതും തെറ്റ് തന്നെയല്ലേ എന്ന് പൊന്നു ചോദിച്ചു. പാവം ലച്ചു ചെറിയമ്മ എന്തിനാ കരയിച്ചേ? ഇനി പഠിക്കാൻ പോകുന്നില്ലെന്നൊക്കെയാ പറയുന്നത് കേട്ടപ്പം പൊന്നു കുട്ടിയല്ലേ, കുട്ടികൾ വലിയവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ ആര് പറഞ്ഞാലും കേൾക്കാത്ത ചീത്ത കുട്ടികളായിട്ടാണ് വളരുകയുള്ളെന്നും പറഞ്ഞു. ലച്ചുവിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ ജാനിയേട്ടനും അഭിയേട്ടനും എല്ലാവരും ഇല്ലേ, അതല്ലേ ശരിയായ കാര്യം. അപ്പം അതെന്ന് പൊന്നു പറഞ്ഞു. ഇനി പൊന്നു ഇങ്ങനെ ചെയ്യുമോ? അപ്പം ഇല്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. പ്രോമിസ് ആണോ? പ്രോമിസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് എടുത്ത് അങ്ങ് കൊടുത്തു. അപ്പോൾ ഈ ചോക്ലേറ്റ് പൊന്നുവിന് കൊടുത്തപ്പോൾ പൊന്നു ചോദിച്ചു ചോക്ലേറ്റ് എന്തിനാണെന്ന്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ചീത്ത കുട്ടികളല്ലേ, അതുപോലെയാണ് പൊന്നുവെങ്കിൽ ഞാനിത് വാങ്ങിച്ചു തരുമോ? ഇല്ലല്ലോ. അപ്പോൾ ചെറിയമ്മയുടെ പൊന്നുകുട്ടി നല്ല മിടുക്കിയല്ലേ, ജാനിയേട്ടത്തെയും അഭിയേട്ടനെയും എല്ലാവരെയും ഇഷ്ടപ്പെടുന്നത് അവർ നല്ലതും മാത്രം ചെയ്യുന്നത് കൊണ്ടല്ലേ. പൊന്നു അങ്ങനെ ചെയ്യണം കേട്ടോ, നമ്മളായിട്ട് ആരെയും ദ്രോഹിക്കരുത് കേട്ടോ എന്നൊക്കെ ചെറിയമ്മ പറഞ്ഞു കൊടുക്കുക. ആര് ചെയ്താലും പൊന്നു അത് ചെയ്യരുത് കേട്ടോ എന്നും പറഞ്ഞു.
അപ്പം ഇല്ല എന്നും പറഞ്ഞു. അത്രയ്ക്ക് നല്ലവരാ പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. ബാത്റൂമിൽ വെള്ളമില്ല എന്നറിഞ്ഞാലേ ജാനി അടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമായിരുന്നു. ആ അമ്മയുടെ മോളാ നീ, അറിയാലോ. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ചെറിയമ്മയെന്നും പറഞ്ഞ് കൊച്ചു പറയുമ്പോൾ, നല്ല കുട്ടി, ഇപ്പം ചെറിയമ്മയ്ക്ക് പൊന്നുവിനോടുള്ള ഇഷ്ടം അത് കൂടുകയാണ് ചെയ്തത്. ചെറിയമ്മ ഇത് ആരോടും പറയില്ല കേട്ടോ. ബാ, ഇനി നമുക്കിവിടെ ഇരിക്കണ്ട, ബാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് അപർണ തമ്പുരാട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ മഞ്ജു അങ്ങോട്ടേക്ക് ചെല്ലുക. എന്താ അപർണയെന്ന് ചോദിച്ചു. അപ്പോൾ വിളിക്കടി ആ പെണ്ണിനെ. അപ്പോൾ ഏത് പെണ്ണിൻ്റെ കാര്യം അപർണ പറയുന്നതെന്ന് മഞ്ജു ചോദിച്ചു. ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പെണ്ണ് ഇവിടെ വന്ന് കിടപ്പുണ്ടല്ലോ, അവളെയും വിളിക്കാനാണ് പറഞ്ഞത്. ഇന്നത്തോടെ അവളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, ലച്ചുവിൻ്റെ കാര്യമാണോ എന്ന് ചോദിച്ചു മഞ്ജു. അവളല്ലാതെ പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ, കാര്യം എന്താണെന്ന് അപർണ പറയാൻ പറഞ്ഞു. അത് ഞാൻ എന്തിനും നിന്നെ ബോധ്യപ്പെടുത്തണം, കൊണ്ടുപോവാ ആ മോശം പിടിച്ചവളെ എൻ്റെ മുന്നിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുവിനോട് ദേഷ്യപ്പെടുക. റൂമിൽ നോക്കിയപ്പോൾ ഞാൻ അവളെ കണ്ടില്ല, എവിടെ ഒളിച്ചിരിക്കുക അവളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒച്ച വെക്കുക കേട്ടോ. മഞ്ജു ലച്ചുവിനെ വിളിക്കാൻ അങ്ങോട്ടേക്ക് പോയി. അന്നേരത്തേക്കും പൊന്നുകുട്ടിയും നിരഞ്ജനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മഞ്ജു ലച്ചുവിനെയും വിളിച്ചുകൊണ്ട് വന്ന് കയറിയപ്പോഴേക്ക്, എടി ഞാൻ ബാത്റൂമിൽ കയറിയപ്പം നീ പൈപ്പിൻ്റെ വാൽവ് അടച്ചല്ലേന്ന് ചോദിച്ചു അതിൻ്റെ മെക്കിട്ട് കയറുക. അപ്പം നിനക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നടി എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും പൊന്നു പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നിരഞ്ജന പറയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ പറയടിയെന്ന് പറഞ്ഞു അപർണ. സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് ലച്ചു പറഞ്ഞു. ഇതുവരെ നീ എവിടെയായിരുന്നടി, ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അവൾ പിന്നാമ്പുറത്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളാണത് ചെയ്തതെന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്, ഇന്ന് ഞാനെന്നും പറഞ്ഞ് ലച്ചുവിനെ അടിക്കാനായിട്ട് അപർണ കൈ ഓങ്ങുമ്പോൾ, അപർണ നീ കൈ വിട്, അവളെ വിടാൻ പറഞ്ഞു. അപ്പം നിരഞ്ജൻ ഇതിൽ ഇടപെടരുത്, ഇവളിത് സമ്മതിക്കാതെ ഞാൻ ഇവളെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് അപർണ തുള്ളുക. അപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ലച്ചു പറഞ്ഞു. ഞാൻ പിന്നാമ്പുറത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ സത്യം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരഞ്ജനയെടുത്തിയെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ലച്ചു പറയുമ്പോൾ, നീ എന്നോട് പക വീട്ടിയതാണെന്ന് എനിക്ക് അറിയാവടി. ഞാൻ മുഖത്ത് സോപ്പ് തേച്ച് കഴിഞ്ഞപ്പോഴാണ് നീ വാൽവ് അടച്ചത്. നിന്നെ കൊണ്ട് ഞാനിത് ഏറ്റു പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് അപർണ തുള്ളുമ്പോൾ നമ്മുടെ നിരഞ്ജന ഇങ്ങനെ ഇടയ്ക്ക് കയറി നിന്നു. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ പൊന്നും ഇങ്ങനെ പിടിച്ച് വലിക്കുക. അപ്പോൾ ഇവള് തന്നെ അത് ചെയ്തെന്ന് പറയുമ്പോൾ ലച്ചു ചെറിയമ്മേനെ വിടാനോ പറഞ്ഞതെന്നും പറഞ്ഞു. പൊന്നു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി അവ കൊച്ചിനെ പിടിച്ചൊരു ഒറ്റത്തല്ല, അത് അപർണ. അപ്പം മഞ്ജു ഉള്ളത് കാരണം പൊന്നു പോയി വീണില്ല. അപർണ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു നിരഞ്ജന. അപർണ നിന്നോടാ പറഞ്ഞത് വിടാൻ, കൊച്ചിനെ വിടാൻ പറഞ്ഞു. നീ കരുതുന്നത് പോലെ ആരും ടാപ്പ് ഓഫ് ചെയ്തതല്ല, ടാങ്കിലെ വെള്ളം തീർന്നു പോയതാ, ഞാനാ പോയി മോട്ടർ ഇട്ടത്, സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഒച്ച വെച്ചു. മോട്ടർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപർണ എന്തിനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ തന്നെ അപർണ ബാത്റൂമിൽ പോയത് ലച്ചു എങ്ങനെ അറിയാനാണെന്നും പറയുന്നതിലൊരു ലോജിക്ക് വേണ്ടതെന്നും നിരഞ്ജന ചോദിക്കുക കേട്ടോ. ആ സമയം ഒരാളെ ഇഷ്ടമല്ലെന്ന് കരുതി എല്ലാ കുറ്റവും അവരുടെ തലയിൽ വെച്ച് കെട്ടുന്നത് വളരെ കഷ്ടമായ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഇവരുടെ വായ അടപ്പിച്ചു. അപ്പോൾ നമ്മുടെ മഞ്ജു ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ, തുള്ളിച്ചാടി അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൾ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിരഞ്ജന ലച്ചുവിനെ സമാധാനിപ്പിക്കാം. അപ്പോൾ സാരമില്ല ലച്ചു, അത് വിട്ടുകളയാൻ പറഞ്ഞു മഞ്ജു. സത്യം എന്തായാലും തെളിഞ്ഞല്ലോ, അപ്പോൾ പുതിയ ആളാണല്ലേ എന്ന് നിരഞ്ജന മഞ്ജുവിനോട് ചോദിച്ചു. അതെ, പേര് മഞ്ജു എന്നാണെന്ന് പറഞ്ഞും കൊടുത്തു. ലച്ചു വന്നിട്ട് ഒന്നും കഴിക്കാതെ പുറത്ത് ചെന്നിരുന്നതെന്ന് പറയുമ്പോൾ അവൾക്ക് കാപ്പി എടുത്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ നിരഞ്ജന. അപ്പോൾ നിരഞ്ജനയിടത്തി വന്നില്ലായിരുന്നെങ്കിൽ അപർണയിടത്തി എന്നെ കുറ്റക്കാരിയാക്കിയാൻ എന്ന് ലച്ചു പറയാം. അപ്പോൾ മോള് ചെന്ന് എന്തെങ്കിലും കഴിച്ചല്ലെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന പറഞ്ഞു വിടുക. അപ്പം നിരഞ്ജന പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊന്നു ഇങ്ങനെ അതൊക്കെ കണ്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിരഞ്ജന ചെന്നിട്ട് ഇപ്പം പറഞ്ഞ ചെറിയമ്മയോട് പൊന്നൊരു ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറിയമ്മയ്ക്ക് അറിയാം ദേഷ്യമൊക്കെ ഉണ്ടെന്ന്, മോൾക്കിപ്പോൾ മനസ്സിലായില്ലേ? നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം മനസ്സിലായെന്ന് പറഞ്ഞു കൊച്ച്. അതുകൊണ്ടാണ് നമ്മൾ ആരെയും ശിക്ഷിക്കാൻ പാടില്ലെന്ന് പറയുന്നത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. ശിക്ഷ കൊടുക്കുന്നത് ദൈവമല്ലേ? അപ്പോൾ സോറി ചെറിയമ്മേ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പൊന്നു പറഞ്ഞു കേട്ടോ. അപ്പം നല്ല കുട്ടിയാണെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. പിന്നെ ചെറിയമ്മ മോട്ടർ ഇട്ടില്ലല്ലോ. അയ്യോ മിണ്ടാതിരിക്കെ, തെറ്റ് ചെയ്യാത്തവരെ രക്ഷിക്കാൻ ആർക്കും ദോഷമില്ലാത്ത ചെറിയ കളവൊക്കെ പറയാം, അതൊക്കെ ദൈവം ക്ഷമിക്കും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന പൊന്നുവിനെ ചേർത്ത് പിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമല അച്ഛന് ജ്യൂസ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക വായിൽ. അപ്പോൾ അതേ ദേവിയോട് നന്ദി പറയാൻ പോയതാ പൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊന്നുകുട്ടിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് വരുന്നത്. നിരഞ്ജന വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. നിരഞ്ജന വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കയറി വന്നു. അപ്പോൾ നിരഞ്ജന അടുത്ത് വന്നിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ. അപ്പോൾ നിരഞ്ജനയിടത്ത് വന്നിട്ടും ഭർത്താവിനെ തിരിച്ചെത്താൻ സമയമായില്ലേ എന്ന് അമല ചോദിച്ചു. അജയ് യാത്ര തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് നിരഞ്ജന പറയുക കേട്ടോ.
അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധം പിടിച്ച് വന്നതാണല്ലേ എന്ന് നിരഞ്ജന ചോദിക്കാം. അവിടെ കിടന്നിട്ട് ഇനി എന്ത് കാര്യമാണ് മോളെ ഉള്ളത് എന്ന് സൂര്യ മരുമകളോട് ചോദിക്കാം. കുറച്ച് സമയം എൻ്റെ വീട്ടിൽ കഴിയാൻ ഞാൻ ആഗ്രഹിച്ചെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല, അജയ് ബാംഗ്ലൂർ പോയെന്നല്ലേ പറഞ്ഞത്, എന്താ അവൻ്റെ ഉദ്ദേശം എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് അറിയില്ലല്ലോ ഉദ്ദേശം എന്താണെന്ന്. അജയേട്ടൻ്റെ ബിസിനസ് ഇപ്പോൾ തലയ്ക്ക് പിടിച്ചിരിക്കല്ലേ അച്ഛാ, ബാംഗ്ലൂർ ബേസ് ചെയ്താണോ അജയ് പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എന്നങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല അച്ഛാ. ബിസിനസ്സിനെ പറ്റി അജയ് എന്നോടൊന്നും പറയാറില്ല. അവിടെ അജയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെന്നും പാർട്ണർഷിപ്പിലാണ് ബിസിനസ് തുടങ്ങുന്നതെന്നും മാത്രമേ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേണ്ടത് പണം മാത്രമാണെന്ന് എനിക്കറിയാമെന്നും അത് ഞാൻ നൽകണമെന്നാണ് അവൻ്റെ ആഗ്രഹമെന്നും പറഞ്ഞപ്പോൾ അജയേട്ടനെ നമ്മൾ സഹായിക്കേണ്ടതല്ലേ അച്ഛാ, അപർണയോട് ചേർന്ന് അജയേട്ടൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പണത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് സഹായവും ഞാൻ അവന് ചെയ്തു കൊടുക്കാം, പക്ഷെ എല്ലാത്തിനും ഒരു സ്വകാര്യത വേണമെന്നും ആദ്യം അവൻ അച്ഛനെയും കൂടപ്പുറപ്പുകളെയും വിശ്വസിക്കട്ടെ, എന്ത് ബിസിനസ്, കൂടെയുള്ളത് ആരാണ് എന്നീ കാര്യങ്ങളൊക്കെ അവൻ എല്ലാവരോടും പറയാൻ മടിക്കുന്നത് എന്തിനാണെന്ന് നേരം അച്ഛൻ ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ നിരഞ്ജനയും ആ ഒരു ഇതിലിരിക്കുകയാണ്. എത്ര കാലമായി പല പല ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുന്നു, പുതിയൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ എന്ന് അച്ഛൻ ചോദിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞത് 100% സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അജയ് ആരെ കാണാൻ പോയെന്നോ എവിടെയാണ് താമസിക്കുന്നതെന്നോ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അച്ഛാ, എനിക്കറിയുകയില്ല. 10 തവണ വിളിച്ചാൽ ഫോൺ എടുക്കുന്നത് ഒരേ ഒരു തവണയായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ അജയേട്ടനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അമൽ. അച്ഛാ, അബിയേട്ടനും എനിക്കും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ബോധ്യപ്പെടണമെന്നും അജയേട്ടന് വേണ്ടുന്ന ഫണ്ട് നമുക്ക് കൊടുക്കാമെന്നുള്ള കാര്യങ്ങളും അമൽ ഇങ്ങനെ പറയുമ്പം അജയ് അതിനത് അംഗീകരിച്ചിട്ട് വേണ്ടെന്ന് ചോദിച്ചു. അജയ്ക്ക് പണം കിട്ടിയാൽ മാത്രം മതി, വീട്ടുകാരുടെ യാതൊരു ഹെൽപ്പും അജയ്ക്ക് വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ അവൻ്റെ പോക്ക് ശരിയായ വഴിയേ അല്ല, ഒരു ഫലവൃക്ഷം നടന്നതുപോലെയാണ് ഒരു ബിസിനസ് തുടങ്ങുന്നതെന്നും അതിനപ്പുറത്തേക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനാദ്യമേ ബലം പ്രതീക്ഷിക്കരുത്, അതിന് വേണ്ടത് പണം മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുക. അങ്ങനെ നിരഞ്ജനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിൽപത്രത്തിൽ പക്ഷാഭേദം കാണിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ മോളെ എന്ന് ചോദിച്ചു അച്ഛൻ. അപ്പോൾ അച്ഛൻ ചെയ്തത് 100% ശരിയാണെന്നും ആരെയും തഴയുകയോ കൂടുതൽ പരിഗണിക്കുകയോ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ലെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അജയ്ക്ക് വേണ്ടി നിന്നിൽ നിന്നും എനിക്കത് മാത്രം കേട്ടാൽ മതിയെന്ന് പറഞ്ഞു അച്ഛൻ. ബന്ധങ്ങൾക്ക് പണത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ അച്ഛാ, പണത്തിൻ്റെ ഉറവ പറ്റിയാൽ സ്നേഹമെന്ന് പറയുന്നത് അവിടെ തീർന്നെന്നും പറഞ്ഞു. അതിൽ നിന്നൊന്നും വില കൽപ്പിക്കാത്തവരെ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവരെന്ന് മുദ്ര കുത്തുകയും ചെയ്യുമെന്നും പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായി എന്ന് അച്ഛൻ അമലിനോട് പറയുക. അവൾ പ്രതീക്ഷിച്ചു വന്ന ജീവിതമല്ല അവളിപ്പോൾ അനുഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ നടന്ന ആളല്ലേ, എല്ലാം പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴുള്ള വേദനയാണെന്ന കാര്യം അമൽ അന്നേരം ഇങ്ങനെ അച്ഛനോട് പറയുക കേട്ടോ. അങ്ങനെ അവരവിടെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ അഭിയും കൂടി ചേർന്ന് കൊച്ചുമായിട്ട് അമ്പലത്തിൽ പോവുക. അവിടെ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തിരുമേനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ തിരുമേനി വന്ന് അച്ചാച്ചൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അച്ചാച്ചന് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥന ദേവി കേട്ടതല്ലേ, അതിനവൾ ദേവിക്ക് മുന്നിൽ ദക്ഷിണ വയ്ക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ അതാണ് കയ്യിലുള്ളതെന്ന് തിരുമേനി ചോദിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങ് കൊടുക്കും മോളേന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് വാങ്ങിച്ചു. ഇതെന്താ മോളി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇവളുടെ സമ്പാദ്യമാണ് തിരുമേനി, ഇത് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കാനാണ് ഇവൾ ആഗ്രഹം പറഞ്ഞതെന്നൊക്കെ നമ്മുടെ ജാനകി ഇങ്ങനെ പറയുക കേട്ടോ. അവൾക്ക് കിട്ടുന്ന നാണയങ്ങൾ ഇതിലിട്ട് ആരും കാണാത്ത സ്ഥലത്ത് അവൾ കൊണ്ടുപോയി വെക്കുമെന്നും ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇതും എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പോലും ഇങ്ങനൊരു സമ്പാദ്യം ഇവൾക്കുണ്ടെന്ന് അറിയുന്നതെന്ന് പറയുമ്പോൾ മോളുടെ നിഷ്കളങ്കമായ ഭക്തി മാത്രം മതി ദേവിക്ക്, എന്നേ ദേവി അത് സ്വീകരിച്ച് കഴിഞ്ഞിരിക്കണമെന്ന് പറയുമ്പോൾ എനിക്കിത് ദേവിക്ക് കൊടുക്കണം തിരുമേനിയെന്ന് പൊന്നു പറയാം. അച്ചാച്ചനെ രക്ഷിച്ചതേ ദേവിയാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞു. അച്ചാച്ചൻ വീട്ടിൽ വന്നാലേ ഞാനിത് ദേവിക്ക് നൽകാമെന്ന് അന്നേ പ്രാർത്ഥിച്ചതാണെന്നൊക്കെ പൊന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെ പൊന്നുവിൻ്റെ നാണയങ്ങളെല്ലാം എടുത്ത് തിരുമേനി അത് ദേവിക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ പ്രാർത്ഥനയായിട്ട് നമ്മുടെ പൊന്നു നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ 2 പേരുടെയും നന്മ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നും അത് ദേവി കാണാതെ പോകില്ലെന്നും പറഞ്ഞ് ആ തിരുമേനി ഇങ്ങനെ ജാനകിയോടും അഭിയോടും പറയാം. അതിനുശേഷം ദേവിക്ക് നിവേദിച്ച ആ ഒരു കടുംപായസം തരാം, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കടുംപായസം കൊടുത്തു, പ്രസാദം കൊടുത്തു. ആ പ്രസാദം കൊണ്ടുവന്ന് പൊന്നു അച്ഛൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു. അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇത്ര ഇവിടുന്ന് തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു കേട്ടോ അച്ഛൻ ഇവരോട്. ആ സമയം അച്ഛനെ തനിച്ചാക്കിയല്ലേ ഞങ്ങൾ പോയത്,
അമലുണ്ടായിരുന്നെങ്കിൽ അവൻ അച്ഛൻ്റെ കൂടെ നിൽക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. വെട്ടിയിട്ട പഴുത്തടിക്ക് കാവലിരിക്കേണ്ട എന്ത് കാര്യമാണ് മോനെ ഉള്ളതെന്ന് അന്നേരം അച്ഛൻ മോനോട് ചോദിക്കുക. വേണ്ട, എനിക്ക് കൂട്ടിരിക്കാൻ ആരും വേണ്ട എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അഭി ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് സൂര്യ ഇവരോട് ചോദിക്കുക കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പൊന്നുക്കുട്ടി പോയി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം എടുത്തുകൊണ്ട് വന്നു. ഇതും കൂടെ കഴിച്ചാൽ ദേ എല്ലാ അസുഖവും മാറുമെന്നും പറഞ്ഞ് നമ്മുടെ പൊന്നു പറയാം. എന്നാൽ പിന്നെ താമോളെന്നും പറഞ്ഞുകൊണ്ട് സൂര്യ അത് പൊന്നുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കുക. അങ്ങനെ പൊന്നു അത് കോരി കൊടുക്കുന്നത് കണ്ട് ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ പൊന്നു അച്ഛന് സ്പൂണിൽ കോരി കോരി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞു, ജാനകി പറഞ്ഞു, മോളെ അത്ര ഒന്നും കൊടുക്കരുതെന്ന്. മോള് അച്ഛന് തന്നു, ദേവിയുടെ നിവേദ്യമല്ലേ, നിൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറയും, മോള് താൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം. അപ്പം ഞാൻ തരാം അച്ചാച്ചാ എന്ന് പറഞ്ഞു പൊന്നു ഇതിങ്ങനെ അച്ഛൻ്റെ നാവിൽ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട് ജാനകിയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ടേക്ക് കെയർ. ബൈ ബൈ, ടാറ്റാ.